ഹലോ നമസ്കാരം. നമ്മുടെ അന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. നമ്മൾ രണ്ടാമത്തെ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ ബ്ലോക്കിലേക്കാണ് പോകുന്നത് കേട്ടോ. മൂന്നാമത്തെ ബ്ലോക്കിന്റെ പേരാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റിന്റെ പേരാണ് ഇൻട്രൊഡക്ഷൻ ടു ഇൻഷുറൻസ്. അപ്പൊ ബാങ്കിങ് എന്നുള്ള പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് സെക്കൻഡ് യൂണിറ്റുകളിലായിട്ട് ബാങ്കിങ് എന്നുള്ള വിഷയം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇൻഷുറൻസിന്റെ ഭാഗമാണ് ഇനിയുള്ള 2 യൂണിറ്റിൽ പഠിക്കാനുള്ളത് കേട്ടോ. ബ്ലോക്ക് 3ഉം ബ്ലോക്ക് 4ഉം ഇൻഷുറൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പൊ അതില് ഫസ്റ്റത്തെ ബ്ലോക്ക് ഇൻഷുറൻസിന്റെ പാഠം ഇൻട്രൊഡക്ഷൻ ടു ഇൻഷുറൻസ് എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. റിസ്ക് ക്ലാസിഫിക്കേഷൻ, അതുപോലെ ഫീച്ചേഴ്സ് ഓഫ് ഇൻഷുറബിൾ റിസ്ക്, മീനിങ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് നോക്കാനുള്ളത്. ആദ്യമായിട്ട് തന്നെ എന്താണ് ഇൻഷുറൻസ് നമുക്കറിയാലോ അല്ലെ. നമ്മള് ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും ചില ആളുകൾ. എല്ലാവരും വാഹനങ്ങൾക്ക് ഇൻഷുർ എടുത്തിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ ബിസിനസ്സുകളുണ്ടെങ്കിൽ അതിന് ഇൻഷുർ എടുത്തിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടത്തെ പരിഹരിച്ചു തരാൻ വേണ്ടിയിട്ട് അല്ലെ, ആ നഷ്ടത്തെ പരിഹരിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി എടുക്കുന്ന ഒരു പോളിസിയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് ആയിട്ട് നമുക്ക് പറയാം, ഇൻഷുറൻസ് പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ് ഫ്രം ഫിനാൻഷ്യൽ ലോസ് ഡ്യൂ ടു അൺഫോർസീൻ ഇവന്റ്. നോക്കി ആളുകളെയും അതുപോലെ ബിസിനസ്സുകളെയും ശ്രദ്ധിക്കട്ടോ, ആളുകളെയും ബിസിനസ്സുകളെയും അൺഫോർസീൻ ഇവന്റ് അഥവാ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, പ്രവചിക്കാൻ പറ്റാത്ത, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഇവന്റുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കും. ആര്? ഇൻഷുറൻസ്. ഒന്നുകൂടെ പറയാണ്, ഇൻഷുറൻസ് പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ്. ഇൻഡിവിജ്വൽസിനെയും ബിസിനസിനെയൊക്കെ സംരക്ഷിക്കും. എവിടുന്ന്? ഫിനാൻഷ്യൽ ലോസ് അല്ലെ, നഷ്ടത്തിൽ നിന്ന്, ഫിനാൻഷ്യൽ നഷ്ടത്തിൽ നിന്ന്, ടു അൺഫോർസീൻ ഇവന്റ് അഥവാ ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഇവന്റുകളിൽ നിന്ന് നമ്മളെ ഫിനാൻഷ്യൽ ലോസ്, സാമ്പത്തിക നഷ്ടം വരുന്നത് സംരക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഡെഫിനിഷൻ, കുറെ ആളുകൾ കൊടുത്ത ഡെഫിനിഷൻസ് ഉണ്ട് കേട്ടോ. ഒന്ന്, പ്രൊഫസർ R.S. ശർമ്മ പറഞ്ഞ ഡെഫിനിഷൻ ആണ്, ഇൻഷുറൻസ് ഇസ് എ കോപ്പറേറ്റീവ് ഡിവൈസ്. അതൊരു സഹകരണമായിട്ട് അഥവാ എല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ടു സ്പ്രെഡ് ലോസസ് അമംഗ് മെനി പീപ്പിൾ, നഷ്ടത്തെ എല്ലാവരുടെ ഇടയിലും ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ നമ്മളൊരു 100 ആൾക്കാർ ബൈക്കിന് ഇൻഷുറൻസ് എടുത്തു അല്ലെ, 100 പേര് ബൈക്കിന് ഇൻഷുറൻസ് എടുത്തു, ബൈക്ക് ആക്സിഡന്റ് ആയാലെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതിൽ 99 ആൾക്കും ആക്സിഡന്റ് വരുന്നില്ല. റിയലി ഒരാൾക്ക് മാത്രമേ ആക്സിഡന്റ് സംഭവിക്കുന്നുള്ളൂ. ആ ഒരാൾക്ക് എന്ത് ചെയ്യും? ഇൻഷുർ ക്ലെയിം ചെയ്യാൻ പറ്റും, അതല്ലേ, ഇൻഷുറൻസിന്റെ എമൗണ്ട് കൊടുക്കും. അപ്പൊ സത്യത്തിലേ ആ പൈസ എവിടുന്ന കൊടുക്കുന്നത്? ഈ 99 ആളും അല്ലെ, ഈ 99 ആളും കൊടുത്ത പൈസ നിന്നാണ് അയാൾക്ക് അയാളുടെ നഷ്ടം നമ്മൾ നികത്തി കൊടുക്കുന്നത്, ഇൻഷുറൻസ് കമ്പനി നികത്തി കൊടുക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇറ്റ്സ് എ കോപ്പറേറ്റീവ് ഡിവൈസ്, എല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്ത്? സ്പ്രെഡ് ലോസസ് അമംഗ് മെനി പീപ്പിൾ, കുറെ ആളുകളുടെ നഷ്ടത്തെ എല്ലാവരും കൂടെ അല്ലെ, എല്ലാവരും കൂടെ സ്പ്രെഡ് ചെയ്യുന്ന, എല്ലാവരും കൂടെ ഡിവൈഡ് ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇതാര് പറഞ്ഞതാണ്? പ്രൊഫസർ R.S. ശർമ്മ. ഇനി മറ്റൊരു ഡെഫിനിഷൻ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പറയുന്നതാണ്, ഇറ്റ്സ് എ കോൺട്രാക്ട്. ഇതൊരു കോൺട്രാക്ട് ആണ്, വാക്ക് ഓർത്തു വെക്കുക കേട്ടോ. ഇതൊരു കോൺട്രാക്ട് ആണ്. ആരൊക്കെ തമ്മിലാ? അത് 2 ടേം ഉണ്ട്, നമുക്ക് ഇനി പറയാം കേട്ടോ. ഇൻഷുററും ഇൻഷുർഡ് എന്ന് പറയും. നമുക്ക് എന്താന്ന് പറയാം. ഓക്കെ, ഇറ്റ്സ് എ കോൺട്രാക്ട് പ്രൊവൈഡിങ് കോമ്പൻസേഷൻ ഫോർ ലോസ്. കണ്ട നഷ്ടമുണ്ടായാൽ, നഷ്ടം സംഭവിച്ചാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. കോമ്പൻസേറ്റ് ചെയ്യാൻ എന്താ? അത് പരിഹരിച്ചു കൊടുക്കണം അല്ലെ. അപ്പൊ നഷ്ടം സംഭവിച്ചാൽ അതിനെ പരിഹരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി DS ഹാൻസൽ പറഞ്ഞ ഒരു ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എ സോഷ്യൽ ഡിവൈസ് ടു റെഡ്യൂസ് റിസ്ക് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. നമ്മുടെ ജീവിതത്തിന്റെയും അതുപോലെ പ്രോപ്പർട്ടികളുടെയൊക്കെ റിസ്കിനെ കുറക്കുന്ന ഒരു സോഷ്യൽ ഡിവൈസ് ആണ്. സോഷ്യൽ ഡിവൈസ് ടു റെഡ്യൂസ് റിസ്ക് അല്ലെ, റിസ്കിനെ കുറക്കുന്ന ഒരു സോഷ്യൽ ഡിവൈസ് ആണ് ഇൻഷുറൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇനി റീഗൽ അതുപോലെ മില്ലർ ഇവര് പറഞ്ഞ ഡെഫിനേഷൻ ഉണ്ട്, റെഡ്യൂസ് അൺസർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ ഇവന്റ്. ഇതൊന്ന് പഠിച്ചു വെച്ചോളി കേട്ടോ, അത് സിമ്പിൾ ആണ്. റെഡ്യൂസ് അൺസർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ ഇവന്റ്, ഭാവിയിൽ വരാൻ പോകുന്ന, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ഇവന്റിനെ എന്ത് ചെയ്യാണ്? കുറക്കാണ്, റെഡ്യൂസ് ചെയ്യാണ്. നോക്കിയേ, റെഡ്യൂസ് അൺസർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ ഇവന്റ്, ഭാവിയിൽ വരാൻ പോകുന്ന ഒരു അനിശ്ചിതാവസ്ഥ അല്ലെ, അതിനെ കുറക്കുന്ന ഒരു കാര്യമാണ് ഇൻഷുറൻസ്. അപ്പൊ അതിന്റെ കുറച്ച് ഡെഫിനേഷൻസ് ആ പറഞ്ഞത്. ഇനി ഫീച്ചേഴ്സ് നോക്കിയേ,
നമ്മളെ ഡെഫിനേഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങൾ കേട്ടോ. അതിനാണ് ഇവിടെ വീണ്ടും എടുത്ത് പറയുന്നത്. ഒന്ന്, റിസ്ക് ഇസ് ഷെയർഡ് അമംഗ് മെനി പീപ്പിൾ അല്ലെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഡെഫിനേഷൻ ഉണ്ട്. അതായത് എന്താണ് ഇൻഷുറൻസിൽ നടക്കുന്നത്? കുറച്ച് ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ട് അല്ലെ അത് വേറെ കുറച്ച് ആളുകളിലേക്ക് എത്തിക്കുക. അപ്പൊ കുറെ ആ റിസ്കിനെ കുറെ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന പരിപാടിയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പിന്നെ പ്രൊവൈഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അഗൈൻസ്റ്റ് ലോസ് അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് നഷ്ടത്തിനെതിരെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻഷുറൻസ് അല്ലെ. നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു നഷ്ടത്തിനെതിരെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആയിട്ടാണ് ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ക്രിയേഷൻ ഓഫ് കോമൺ ഫണ്ട് അല്ലെ, എല്ലാ ആളുകളുടെയും ഫണ്ട് കൂട്ടിയിട്ട് ഒരു കോമൺ ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ ഇൻഷുറൻസിൽ നടക്കുന്നുണ്ട്. കവേഴ്സ് അൺസർട്ടൈൻ ഫ്യൂച്ചർ ഇവന്റ്, ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. ഭാവിയിൽ വരാൻ പോകുന്ന അൺസർട്ടൈൻ ഇവന്റ് അഥവാ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റാത്ത, പ്രവചിക്കാൻ പറ്റാത്ത അൺസർട്ടൈൻ ആയിട്ടുള്ള ഇവന്റുകളെ കൃത്യമായിട്ട് കവർ ചെയ്യുന്നു, ആ നഷ്ടങ്ങളെ കറക്റ്റ് പരിഹരിച്ചു തരുന്നു. അതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ മ്യൂച്വൽ കോപ്പറേഷൻ, എല്ലാവരും കൂടിയിട്ടുള്ള അല്ലെ, ഫസ്റ്റ് പറഞ്ഞ പോയിന്റിന്റെ ഒരു ബാക്കിയാണ്, എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അതിന്റെ ഒരു ലീഗൽ ഡെഫിനേഷൻ, അതായത് ഒന്നും കൂടെ ആക്ടിലൊക്കെ പറയുന്ന ഒരു ഡെഫിനേഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കണേ. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ്. ഇത് നല്ല ഓണം ശ്രദ്ധിക്കും കേട്ടോ. രണ്ടാളുകളാണ്, നല്ല മനസ്സിലാക്കിയ രണ്ടാളുകളാണ് ഇൻഷുറൻസിൽ ഇൻവോൾവ് ആവുന്നത്. ഒരാൾ പേര് ഇൻഷുറർ, മറ്റാളെ പേര് ഇൻഷുർഡ്. ഒരു ഉദാഹരണം നോക്കി, ഞാന് എന്റെ ബൈക്ക് ഇൻഷുർ ചെയ്തു, ABC കമ്പനിയിലാണ് ഇൻഷുർ ചെയ്തത്. എങ്ങനെ എന്റെ ബൈക്ക് ABC കമ്പനിയിൽ ഞാൻ ഇൻഷുർ ചെയ്തു. എന്നെ വിളിക്കുന്ന പേരാണ് ഇൻഷേർഡ്. കണ്ടോ, ഞാൻ ഇൻഷുർ ചെയ്ത ആളാണ് അല്ലെ. ആക്സിഡന്റ് പറ്റിയാൽ എനിക്കാണ് ആ പൈസ കിട്ടുക. അപ്പൊ ഇൻഷേർഡ്. ആ കമ്പനി ഉണ്ടല്ലോ, ABC കമ്പനി ഉണ്ടല്ലോ, ഇൻഷുറൻസ് കമ്പനി ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഷുറർ. അപ്പൊ ഇൻഷേർഡും ഇൻഷുററും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആരാ ഇൻഷുർഡ് പറഞ്ഞാല്, ഒന്നുകൂടെ പറഞ്ഞാൽ ഇൻഷുർഡ് പറഞ്ഞാൽ ആരാണ് ഇൻഷുർ ചെയ്ത ആള് അല്ലെ. അപ്പൊ ഇവിടെ ഈ കേസിൽ ഞാൻ എന്റെ ബൈക്ക് ഇൻഷുർ ചെയ്താൽ എന്റെ പേരാണ് ഇൻഷുർഡ്. ആരാ ഇൻഷുറർ? ആ ഇൻഷുറൻസ് കമ്പനിയെയാണ് ഇൻഷുറർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ബൈക്ക് ഇൻഷുർ ചെയ്തു, ഞാൻ 2000 രൂപ കൊടുത്തു അല്ലെ. 2000 രൂപ ആദ്യം കൊടുക്കണം നമ്മൾ ആർക്ക്? ആ ഇൻഷുറൻസ് കമ്പനിക്ക്. ആ കൊടുക്കുന്ന എമൗണ്ടിന്റെ പേരാണ് പ്രീമിയം. അപ്പൊ ഈ പ്രീമിയം ആര് കൊടുക്കുന്നതാ? ഇൻഷേർഡ് ഇൻഷുറർക്ക് അല്ലെ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, ഇൻഷേർഡ് ഇൻഷുറർക്ക് കൊടുക്കുന്ന ആ എമൗണ്ടിനെയാണ് പ്രീമിയം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? സപ്പോസ് ഒരു ഉദാഹരണം പറയണേ, 2000 രൂപ കൊടുത്ത് ഞാൻ എന്റെ ബൈക്ക് ഇൻഷുർ ചെയ്തു. അപ്പൊ എന്താണ് എനിക്ക് ആ ഇൻഷുറർ അഥവാ നമ്മളെ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്? അവരെന്താ എനിക്ക് പ്രോമിസ് ചെയ്യുന്നത്? ഒന്ന്, ഫിക്സഡ് സം ഇൻ ലൈഫ് ഇൻഷുറൻസ്. അപ്പോ ലൈഫ് ഇൻഷുറൻസ് ആണ് അവിടെ എമൗണ്ട് പറയും അല്ലെ. കാരണം ഒരാളുടെ ജീവിതത്തിന് ഇത്ര രൂപ നഷ്ടം എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലെ. ഒരാൾ മരണപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ നഷ്ടം എന്നൊന്നും പറയാൻ പറ്റൂല. അപ്പൊ ലൈഫ് ഇൻഷുറൻസിന് കറക്റ്റ് എമൗണ്ട് പറയും. അതാ ഇയാള് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ, അല്ലെ ഇയാള് ഇത്ര വർഷം, ഇപ്പൊ 60 വയസ്സായി കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ, അങ്ങനെ കൃത്യമായിട്ട് ഒരു എമൗണ്ട് എവിടെ പറയും? ലൈഫ് ഇൻഷുറൻസിൽ പറയും. അപ്പൊ ആ ഇവന്റ് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ നമ്മുടെ ഇൻഷുറർ അഥവാ ഇൻഷുറൻസ് കമ്പനി ആ എമൗണ്ട് നമുക്ക് തരും. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, ഇൻഡെംനിറ്റി ഇൻ ജനറൽ ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത ബാക്കി എല്ലാ ഇൻഷുറൻസിനെയാണ് നമ്മൾ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയാം. അതിലെന്ത് ചെയ്യും? നഷ്ടം എത്രയാണോ അത് പരിഹരിച്ചു തരും അല്ലെ. ഇപ്പൊ ഒരു ബിസിനസ് ആണ്, അത് കത്തി നശിച്ചു, അതിലൊരു 2,35,000 രൂപ നഷ്ടമെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ആ എമൗണ്ട് തരും, 2,35,000. അതിനേക്കാൾ ഉറപ്പ് എക്സ്ട്രാ തരൂല, കുറക്കൂല. അപ്പൊ എത്രയാണോ നഷ്ടം അത് തരും. അതിനാണ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ഇൻഡെംനിറ്റി പറഞ്ഞാൽ നഷ്ടം പരിഹരിച്ചു തരും, അല്ലാണ്ട് എക്സ്ട്രാ നമുക്കൊന്നും കിട്ടൂല. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇൻഷുറർ പ്രോമിസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ ഒരു എമൗണ്ട് ഫിക്സ്ഡ് സം, ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടാവും. എന്നാൽ ജനറൽ ഇൻഷുറൻസ് ആണെങ്കിൽ അവിടെ എമൗണ്ട് ഉണ്ടാവില്ല, പകരം എത്രയാണോ നഷ്ടം ആ നഷ്ടത്തെ പരിഹരിച്ചു തരും. ഈ ഇൻഡെംനിറ്റി എന്നുള്ള വാക്ക് ഓർത്തു വെക്കെ. ഇൻഡെംനിറ്റി പറഞ്ഞാൽ നഷ്ടം പരിഹരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, പേയ്മെന്റ് മെയ്ഡ് ഓൺ ഒക്കറൻസ് ഓഫ് അൺസർട്ടൻ ഇവന്റ്. അപ്പൊ ഇതിന്റെ ഒക്കെ പേയ്മെന്റ് എപ്പോഴാണ് ഉണ്ടാവുക? ആ ഒരു ഇവന്റ് സംഭവിക്കണം അല്ലെ. ആക്സിഡന്റ് ആണെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കണം. ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ ആ മരണം സംഭവിക്കണം. ആ ഇവന്റ് സംഭവിച്ചാലാണ് നമുക്ക് ആ പേയ്മെന്റ് കിട്ടുന്നത്. ക്ലിയർ? ഇനി എന്തൊക്കെയാണ് ഇൻഷുറൻസിന്റെ എലമെന്റ്സുകൾ? ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കോൺട്രാക്ട് എന്നുള്ളത് ഉണ്ടാവും. ആരൊക്കെ തമ്മിലാണ് ഓർക്കണേ? ഇൻഷുററും ഇൻഷുർഡും തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടാവും. പിന്നെ പ്രീമിയം ആർക്ക് കൊടുക്കുന്നതാ? ഇൻഷുർഡ് ഇൻഷുറർക്ക് അല്ലെ. ആ ഇൻഷുറൻസ് ആ പോളിസി ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇൻഷുർഡ് ഇൻഷുറർക്ക് കൊടുക്കുന്ന എമൗണ്ടിനെയാണ്
പ്രീമിയം എന്ന് വിളിക്കുക. പിന്നെ കോമ്പൻസേഷൻ എപ്പോഴാ കിട്ടുക? ആ ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെ, ഒരു ആക്സിഡന്റ് ആണെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കുക, മരണമാണെങ്കിൽ മരണം സംഭവിക്കുക. ആ ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറർ അല്ലെ, ഓർത്ത് വെക്കുന്ന ഇൻഷുറർ അഥവാ കമ്പനി ആർക്ക് കൊടുക്കാണ്? ഇൻഷുർഡിന് കൊടുക്കുന്നതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓരോ ടേമുകളും ജസ്റ്റ് എഴുതി വെക്കുക, കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി പാർട്ടീസ് ഓഫ് ഇൻഷുറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒന്നും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇൻഷുറൻസിൽ ഇൻവോൾവ് ആകുന്ന ആളുകൾ ആരൊക്കെയാണ്, പാർട്ടീസ് ആരൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു ഇൻഷേർഡ് അഥവാ ആരാണോ ആ റിസ്ക് ഫേസ് ചെയ്യുന്നത് അയാള്, അല്ലെ. ഇപ്പൊ ഞാൻ എന്റെ ഒരു സ്ഥാപനം ഉണ്ട്, എന്റെ സ്ഥാപനം ഫയർ ഇൻഷുറൻസ് ചെയ്യാണ്, അഥവാ തീ കത്തി നശിച്ചു പോയാൽ ഇൻഷുർ ചെയ്യാണ്. അപ്പൊ എന്നെ വിളിക്കുന്ന പേരാണ് ഇൻഷുർഡ്, അല്ലെ. കാരണം ഞാനാണ് ആ നഷ്ടത്തെ എന്ത് ചെയ്യുന്നത്, ഇൻഷുർ ചെയ്യുന്നത്, എന്റെ സ്ഥാപനമാണ്, അതിനാണ് ഞാൻ ഇൻഷുർ ചെയ്യുന്നത്. അപ്പൊ എന്നെ വിളിക്കുന്ന പേരാണ് ഇൻഷുർഡ്. ആരാണ് ഇൻഷുറർ? അടുത്തത് ശ്രദ്ധിക്കട്ടെ, ഇൻഷുറർ ആരാ? കമ്പനി പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ, അല്ലെ. ആ ഇൻഷുറൻസ് കമ്പനിയെ പറയുന്ന പേരാണ് ഇൻഷുറർ. ഞാൻ എന്റെ ബിസിനസ് ABC കമ്പനിയിലാണ് ഇൻഷുർ ചെയ്തത്, അപ്പൊ ABC കമ്പനിയുടെ പേരാണ് എന്ത്? ഇൻഷുറർ. അടുത്തത് ബെനഫിഷ്യറി. ആർക്കാണോ ക്ലെയിം കിട്ടുന്നത്, ആ എമൗണ്ട് കിട്ടുന്നത്, അയാളെ പറയുന്ന പേരാണ് ബെനഫിഷ്യറി. ഒരു ഉദാഹരണം, ഇപ്പൊ എന്റെ സ്ഥാപനം ഞാൻ ഫയർ ഇൻഷുർ ചെയ്തു, അങ്ങനെ എന്റെ സ്ഥാപനം കത്തി നശിച്ചു, ഒരു 3 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു, 3 ലക്ഷം എനിക്ക് കിട്ടി. അപ്പൊ എന്നെ വിളിക്കുന്ന പേരാണ് ഇൻഷുർഡ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഞാനാണ്, പിന്നെ ബെനഫിഷ്യറി ഞാൻ തന്നെയാണ്, അല്ലെ. അതായത് ആ എമൗണ്ട് എനിക്കാണ് കിട്ടുന്നത്, അപ്പൊ ബെനഫിഷ്യറി ഞാൻ തന്നെയാണ്. ഇനി സപ്പോസ് ശ്രദ്ധിക്കുക കേട്ടോ, ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത്, ഇപ്പൊ ഒരാൾ ലൈഫ് ഇൻഷുറൻസ് എടുത്തു, അയാൾ മരണപ്പെട്ടു പോയി, അപ്പൊ എമൗണ്ട് കിട്ടുമല്ലോ. അപ്പോൾ ആലോചിച്ചൊക്കെ മരിച്ചാൽ അയാൾക്ക് കിട്ടുമോ? ഇല്ലല്ലോ. അപ്പൊ അയാളുടെ ഫാമിലിക്കാർക്കും കിട്ടുക, അല്ലെ. അയാളുടെ ഫാദറോ മദറോ അല്ലെങ്കിൽ വൈഫോ മക്കളോ ആരാച്ച ആ ഫാമിലിക്കാർക്കും കിട്ടുക. അപ്പൊ അവര് വിളിക്കുന്ന പേരാണ് ബെനിഫിഷ്യറി. ചുരുക്കി പറഞ്ഞാൽ ആ ക്ലെയിം എമൗണ്ട്, ഇൻഷുറൻസ് ക്ലെയിം എമൗണ്ട് ആർക്കാണോ കിട്ടുന്നത് അയാൾ വിളിക്കുന്ന പേരാണ് ബെനിഫിഷ്യറി. ചിലപ്പോൾ ആരെന്നെ ആവും, ഇൻഷുർഡ് നയിക്കാരം, അല്ലെങ്കിൽ ആരാവും, അയാളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത്. ഇനി ഇൻഷുറൻസ് പോളിസി, അത് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു റിട്ടേൺ കോൺട്രാക്ട് ആണ്, അല്ലെ. ആ കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. പിന്നെ പ്രീമിയം, അതും നമ്മൾ പറഞ്ഞു, ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഇൻഷുറർക്ക് ആദ്യമായിട്ട് കൊടുക്കുന്ന, അല്ലെ, ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് ആണ് പ്രീമിയം എന്ന് പറയുന്നത്. അടുത്തത് ഇൻഡെംനിറ്റി, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അല്ലെ. കോമ്പൻസേഷൻ ഫോർ ലോസ്, നഷ്ടം സംഭവിച്ചാൽ അത് കോമ്പൻസേറ്റ് ചെയ്യുക, അത് മാറ്റി തരിക, അതിനു വേണ്ടി തരുന്ന എമൗണ്ട് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ സ്ഥാപനം കത്തി, 3 ലക്ഷം രൂപ നഷ്ടം വന്നു, ആ ഇൻഷുറൻസ് കമ്പനി ആ 3 ലക്ഷം എനിക്ക് തന്നു, ആ 3 ലക്ഷത്തെ വിളിക്കുന്ന പേരാണ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അത് ഒരു കാര്യം, ഇൻഡെംനിറ്റി എപ്പോഴേ ഉണ്ടാവുള്ളൂ, ആ ഒരു ഇവന്റ് സംഭവിച്ചാലേ ഉണ്ടാവുള്ളൂ, അല്ലെ. ഇപ്പൊ ഞാന് എന്റെ കമ്പനി, എന്റെ ബിസിനസ് ഇൻഷുർ ചെയ്തുകൊണ്ട് ഫയർ ഇൻഷുറൻസ്, 1 വർഷം കഴിഞ്ഞു, ഒന്നും സംഭവിച്ചില്ല, അപ്പൊ എന്റെ എമൗണ്ട് പോയി എന്നല്ലാണ്ട് ഇൻഡെംനിറ്റി അവിടെ കിട്ടൂല, അല്ലെ. ഇനി ഇൻഷുറൻസും റിസ്ക്കും തമ്മിലുള്ള ഒരു ബന്ധം പറയാണ് കേട്ടോ. സത്യത്തിൽ ഇത് രണ്ടും റിലേറ്റഡ് ആണ്. കാരണം ആ റിസ്കിനെ, അല്ലെ, ഭാവിയിൽ വരാൻ പോകുന്ന ഒരു റിസ്കിനെ ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഷുർ ചെയ്യുന്നത്, അല്ലെ. ഭാവിയിൽ വരാൻ പോകുന്ന ഒരു റിസ്കിനെ ഒഴിവാക്കാനാണ്, എലിമിനേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത്. അപ്പൊ റിസ്ക്കും ഇൻഷുറൻസും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് റിസ്കിനെ കുറിച്ച് ഒന്ന് പഠിക്കാം. എന്താണ് റിസ്ക്? അൺസർട്ടനിറ്റി ഓഫ് ലോസ് ഓർ ഡാമേജ്, അല്ലെ. അഥവാ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു നഷ്ടത്തെ വിളിക്കുന്ന പേരാണ് റിസ്ക്, അല്ലെ. ഇപ്പൊ ഒരു ഉദാഹരണം, ഭാവിയിൽ നമ്മളെ കട കത്തി നശിക്കാണ്, അല്ലെങ്കിൽ ഒരു മോഷണം സംഭവിക്കാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലഡ് വരികയാണ്, ഇതൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള, ഉറപ്പൊന്നുമില്ല കേട്ടോ, പക്ഷെ ഉണ്ട്, ചാൻസ് ഉണ്ട്. അങ്ങനെ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരു അൺസർട്ടനിറ്റി ആയിട്ടുള്ള, അൺസർട്ടനിറ്റി നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത, മുൻകൂട്ടി പറയാൻ പറ്റാത്ത ഒരു ലോസിനെ, ഒരു ഡാമേജിനെ വിളിക്കുന്ന പേരാണ് റിസ്ക്. ഓക്കെ. ഇനി നോക്കാം, അതിന്റെ ഉദാഹരണങ്ങൾ പറയാണ്. ഒന്നുകിൽ ഡെത്ത്, ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ റിസ്ക് എന്ന് പറയുന്നത് ഡെത്ത് ഉണ്ടാവാം, ഇൽനെസ്, രോഗം ഉണ്ടാവാം, അല്ലെ. പിന്നെ ഫയർ, ഇപ്പോ തീപിടുത്തം, അതുപോലെ ഫ്ലഡ്, തെഫ്റ്റ്, അല്ലെ, മോഷണം, അതുപോലെ റോഡ് ആക്സിഡൻസ്, ഇതൊക്കെ ഏതിന്റെ എക്സാമ്പിൾ ആണ്? റിസ്കുകളുടെ എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഷുറൻസ് ആൻഡ് റിസ്ക്. റിസ്ക്കും ഇൻഷുറൻസ് തമ്മിലുള്ള ബന്ധം എന്താണ്? റിസ്ക് നമ്മൾ പറഞ്ഞു പോസിബിലിറ്റി ഓഫ് ലോസ്, നഷ്ടം വരാനുള്ള സാധ്യതയാണ് റിസ്ക് എന്ന് വിളിക്കുന്നത്. ഇൻഷുറൻസോ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ലോസ്. കറക്റ്റ് ശ്രദ്ധിക്കട്ടോ. ഈ നഷ്ടത്തെ എങ്ങനെ റിസ്ക് എന്താണ്? പോസിബിലിറ്റി ഓഫ് ലോസ്. ക്ലിയർ അല്ലേ? നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത റിസ്ക്.
ആ റിസ്കിനെ അല്ലെങ്കിൽ ആ നഷ്ടത്തെ പരിഹരിച്ച് തരുന്നതാണ് ആര്? ഇൻഷുറൻസ്. ക്ലിയർ അല്ലെ? ഒന്നുകൂടെ പറയാണ്. റിസ്ക് പറഞ്ഞാൽ എന്താ? പോസിബിലിറ്റി ഓഫ് ലോസ്, നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത. എന്നാ ഇൻഷുറൻസ് എന്താണ്? ആ നഷ്ടത്തെ എഗെയിൻസ്റ്റ് ലോസ്, ആ നഷ്ടത്തിനെതിരെ നമുക്ക് തരുന്ന ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ആണ് എന്ത്? ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കാം, ഇൻഷുറൻസ് ട്രാൻസ്ഫേഴ്സ് റിസ്ക് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഷുറർ. അപ്പൊ ഒരു വ്യക്തിയുടെ റിസ്കിനെ ആരിലേക്ക് കൈമാറാണ്? ഇൻഷുററിലേക്ക് കൈമാറാണ്. അങ്ങനെ ഇപ്പൊ ഞാൻ എന്റെ സ്ഥാപനം ഇൻഷുർ ചെയ്തു, ആ സ്ഥാപനം കത്തി നശിച്ചു വിചാരിച്ചോളൂ. അപ്പോ സത്യത്തിൽ ആ എമൗണ്ട് ഞാൻ വഹിക്കേണ്ടതാണ്, ആ നഷ്ടം ഞാൻ സഹിക്കേണ്ടതാണ്. പക്ഷെ ആ നഷ്ടം ഞാൻ ആരിലേക്ക് പാസ് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യാണ്? എന്റെ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതായത് ഇനി ആ നഷ്ടം ആര് നോക്കിക്കോളും? എന്റെ ഇൻഷുറൻസ് കമ്പനി നോക്കിക്കോളും, ഞാനത് മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ? അപ്പൊ എന്താണ്? ഒരു ഇൻഡിവിജ്വല് ഇൻഷുറർ അഥവാ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് തന്റെ റിസ്കിനെ കൈമാറ്റം ചെയ്യുന്നതാണ്, ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഹെൽപ്സ് റെഡ്യൂസ് ഫിനാൻഷ്യൽ കോൺസിക്വൻസസ്. ഓക്കെ, അപ്പൊ ഇതെന്തിനാ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇപ്പൊ എനിക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു നഷ്ടത്തെ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? ടു റെഡ്യൂസ് ഫിനാൻഷ്യൽ കോൺസിക്വൻസ്, ഭാവിയിൽ വരാൻ പോകുന്ന ഫിനാൻഷ്യൽ നഷ്ടങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ റിസ്കുകളെ കുറക്കാൻ വേണ്ടിയിട്ട്, ഇല്ലാതാക്കാനല്ല. അതൊരു കാര്യം ശ്രദ്ധിക്കട്ടോ, റിസ്ക് ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റൂല അല്ലെ? ഇപ്പൊ ഭാവിയിൽ ഒരു ഫ്ലഡ് വരുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എർത്ത് വൈക്ക് വരികയാണ് അല്ലെ, അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല, പക്ഷെ അതിനെ കുറക്കാം അല്ലെ? ആ നഷ്ടം സംഭവിച്ചാൽ അതിന്റെ നഷ്ടത്തെ കുറക്കാൻ പറ്റും. ആ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഷുർ ചെയ്യുന്നത്. ഇനി റിസ്കിന്റെ ക്ലാസിഫിക്കേഷൻ, ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ, എക്സാം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. റിസ്ക് കിട്ടും. ഇപ്പൊ ഇൻഷുറൻസ് അല്ല പറയുന്നത്, റിസ്കിന്റെ ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തത് പ്യുവർ ആൻഡ് സ്പെക്കുലേറ്റീവ് റിസ്ക്. പ്യൂർ റിസ്ക് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നഷ്ടം അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാവില്ല, അതേ അവിടെ വരുള്ളൂ. ഒരു ഉദാഹരണം നോക്കിയേ. അപ്പൊ ഞാൻ എന്റെ സ്ഥാപനം ഒരു ഫയർ ഇൻഷുറൻസ് ചെയ്ത്, എന്താ ഫയർ ഇൻഷുറൻസ് പറഞ്ഞാൽ തീ കത്തി നശിച്ചു പോയാൽ എനിക്ക് ആ എമൗണ്ട് ക്ലെയിം ചെയ്ത് തരണം അല്ലെ? അപ്പോ ഒരു വർഷത്തേക്കാണ് നമ്മൾ ഇൻഷുർ ചെയ്യാം. ആ ഒരു വർഷത്തിന്റെ ഉള്ളിൽ, ശ്രദ്ധിക്ക്, ഒരു വർഷത്തിന്റെ ഉള്ളിൽ തീപിടുത്തം ഉണ്ടായാൽ നിങ്ങൾക്ക് കിട്ടും അല്ലെ? അതിന്റെ ആ നഷ്ടത്തിലാണോ അത് കിട്ടും. ഇനി തീപിടുത്തം ഉണ്ടായിട്ടില്ലെങ്കിലോ എനിക്കൊന്നും കിട്ടൂല. ക്ലിയർ? അപ്പൊ ലോസ് ഒന്നെങ്കിൽ നഷ്ടം അല്ലെങ്കിൽ നോ ലോസ്, അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വാഹനങ്ങൾക്ക് ഇൻഷുർ ചെയ്യലുണ്ട് അല്ലെ? നമ്മളെല്ലാവരും വാഹനങ്ങൾക്ക് ഇൻഷുർ ചെയ്യലുണ്ട്. അപ്പൊ അതിൽ നഷ്ടം ഉണ്ടായാൽ ആ നഷ്ടം കിട്ടും, നഷ്ടം ഉണ്ടായില്ലെങ്കിലോ ആ പൈസ പോകും അല്ലെ? ലോസ് അല്ലെങ്കിൽ നോ ലോസ്, ഇത്രേ അവിടെ ഉണ്ടാവുള്ളൂ. എവിടെ? പ്യൂർ റിസ്കിന്റെ കേസിലാണ് ലോസ് അല്ലെങ്കിൽ നോ ലോസ്, ഈ ഒരു കേസ് അവിടെ ഉണ്ടാവുള്ളൂ. നോ പ്രോഫിറ്റ് പോസിബിൾ. അപ്പൊ അത് വെച്ച് ഈ പ്യൂർ റിസ്കിൽ ഒരിക്കലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു പോളിസി അവിടെ അല്ല. നഷ്ടമോ അല്ലെങ്കിൽ നഷ്ടമില്ലായ്മയോ. നോക്കിയേ, എന്റെ സ്ഥാപനം നശിച്ചു, കത്തി നശിച്ചു, എനിക്കൊരു 3 ലക്ഷം നഷ്ടം വന്നു. ഇൻഷുറൻസ് കമ്പനി എത്ര തരാ? ആ 3 ലക്ഷം തരുള്ളൂ, 1 രൂപ അധികം തരൂല. അപ്പൊ സത്യത്തിൽ എനിക്ക് കൈമന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. നഷ്ടം അല്ലെങ്കിൽ ആ നഷ്ടത്തെ പരിഹരിച്ചു തന്നു അല്ലെ? അല്ലാണ്ട് എക്സ്ട്രാ 1 രൂപ പോലും എനിക്ക് കിട്ടൂല. അപ്പൊ അതാണ് ലോസ് ഓർ നോ ലോസ്, അതാണ് പ്യൂർ റിസ്കിന്റെ പ്രത്യേകത. നോ പ്രോഫിറ്റ് പോസിബിൾ. കണ്ടോ? അത് വെച്ചിട്ട് ഒരിക്കലും നമുക്കൊരു പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂല. പ്രോഫിറ്റ് എന്നുള്ള ഓപ്ഷൻ അവിടെ അല്ല. അതിന്റെ ഉദാഹരണമാണ് ഫയർ ഇൻഷുറൻസ്, ഡെത്ത് ഇൻഷുറൻസ്, ഇൽനെസ് ഇൻഷുറൻസ്. അപ്പൊ ഈ പ്യൂർ റിസ്ക് ഇൻഷുറബിൾ ആണ്, നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റുന്നതാണ്. പ്യൂർ റിസ്ക് ഇൻഷുറബിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ റിസ്ക് ആണ് സ്പെക്കുലേറ്റീവ്. അപ്പൊ ഇതിൽ രണ്ടെണ്ണം പറയുന്നുണ്ട്, പ്യുവർ ആൻഡ് സ്പെക്കുലേറ്റീവ് എന്ന് പറയുന്നുണ്ട്. ഒന്നിന്റെ ഓപ്പോസിറ്റ് ആണ് മറ്റേത്. അപ്പൊ സ്പെക്കുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ലോസ് ഓർ ഗെയിൻ പോസിബിൾ, ഒന്നെങ്കിൽ നഷ്ടം അല്ലെങ്കിൽ ലാഭം. നോക്കി നേരത്തെ എന്താ പറഞ്ഞത്? നഷ്ടം അല്ലെങ്കിൽ നോ ലോസ് എന്ന് പറഞ്ഞത്, നഷ്ടമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒന്നെങ്കിൽ നഷ്ടം ഉണ്ടാവും അല്ലെങ്കിൽ ലാഭം ഉണ്ടാവും. ഈ രണ്ടിലൊന്നാണ് അവിടെ നടക്കുക, നഷ്ടമോ ലാഭമോ. ഒരു ഉദാഹരണം, ഇപ്പൊ ബിസിനസ്, ഞാൻ ഒരു ബിസിനസ് തുടങ്ങാണ്, എനിക്ക് 2 ഓപ്ഷനാണ്, ഒന്നുകിൽ നഷ്ടം വരും അല്ലെങ്കിൽ ലാഭം വരും. അല്ലെങ്കിൽ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്, ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്, എനിക്ക് അവിടെ 2 ഓപ്ഷനാണ്, ഒന്നുകിൽ നഷ്ടം അല്ലെങ്കിൽ ലാഭം. കണ്ടോ? ഒരു നഷ്ടം ഒരു ലാഭം, ലാഭമോ നഷ്ടമോ, ഈ ഒരു ഓപ്ഷനെയാണ് സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയാ. അതിന്റെ പ്രത്യേകത നോട്ട് ഇൻഷുറബിൾ, അത് ഇൻഷുർ ചെയ്യാൻ കഴിയൂല. സ്പെക്കുലേറ്റീവ് റിസ്ക് നമുക്ക് ഇൻഷുർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോ 2 രൂപത്തിലുള്ള റിസ്ക് നമ്മൾ പറഞ്ഞു, ഒന്ന് പ്യുവർ റിസ്ക്, 2 സ്പെക്കുലേറ്റീവ് റിസ്ക് അല്ലെ? ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റിസ്ക് ആണ് ഫിനാൻഷ്യൽ റിസ്കും നോൺ ഫിനാൻഷ്യൽ റിസ്കും. ഒന്നിന്റെ ഓപ്പോസിറ്റ് ആയിട്ടോ മറ്റേത്. എന്താണ് ഫിനാൻഷ്യൽ റിസ്ക്? ക്യാൻ ബി മെഷേർഡ് ഇൻ മണി, പണത്തിന്റെ രൂപത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്യാൻ ബി മെഷേർഡ് ഇൻ മണി അല്ലെ? ഇത്ര രൂപയുടെ നഷ്ടമാണ് അല്ലെ? ഇപ്പൊ ഒരു ഉദാഹരണം, നമ്മൾ ബൈക്ക് ഒരു ആക്സിഡന്റ് ആയി, നമുക്ക് പറയാണ് 5000 രൂപയുടെ നഷ്ടം വന്നു അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, അപ്പൊ നമുക്ക് പറയാണ് ഒരു 4000 രൂപയുടെ ബില്ല് വന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെ കൃത്യമായിട്ട് പണത്തിന്റെ പേരിൽ
ഇൻ മണിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന റിസ്കുകളെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയാം. അതിന്റെ ഉദാഹരണമാണ് ആക്സിഡൻസ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ബിൽസ്, കാര്യങ്ങളൊക്കെ. അതിന്റെ പ്രത്യേകത നമുക്കറിയാം, ഇൻഷുറബിൾ ആണ്. ഇതൊക്കെ നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റും. എന്നാൽ നോൺ ഫിനാൻഷ്യൽ റിസ്ക് അത് നേരെ ഓപ്പോസിറ്റ് ആണ്. പണത്തിന്റെ രൂപത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത്, അതായത് ഒരു ഇമോഷണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ട് വരുന്ന നഷ്ടങ്ങൾ. ഒരു ഉദാഹരണം, നമ്മൾ ഏറ്റവും അടുത്തൊരാൾ മരണപ്പെട്ടു അല്ലെ, അത് അയാളുടെ മൈൻഡിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു. അയാൾ ഭയങ്കര ഒരു ട്രോമ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി. ഇത് നമുക്ക് എത്ര രൂപക്ക് അയാൾ ഡിപ്രഷൻ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പണത്തിന്റെ രൂപത്തിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ പണത്തിന്റെ മണി എന്നുള്ള ഒരു കാര്യം വെക്കാണ്ട് അല്ലെങ്കിൽ പണത്തിന്റെ രൂപത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ നോൺ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയാം. അത് ഇമോഷണൽ ആയിരിക്കാം അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിരിക്കാം. അതിന്റെ ഉദാഹരണം ഒരു മെന്റൽ ട്രോമ അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ലോസ് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് ഒരിക്കലും പണത്തിന്റെ രൂപത്തിൽ പറയാൻ പറ്റൂല. ഹാപ്പിനെസ്, സങ്കടങ്ങള് അല്ലെ, ദേഷ്യം, അങ്ങനെയൊക്കെ വരുന്ന കുറെ റിസ്കുകൾ ഉണ്ട്. അതിനെയാണ് നോൺ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയാ. അത് ഒരിക്കലും നമുക്ക് ഇൻഷുർ ചെയ്യാൻ കഴിയില്ല അല്ലെ. അത് നമുക്ക് ഇൻഷുറബിൾ അല്ല, ഇൻഷുർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് മനസ്സുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലാണ്ട് അവിടെ ഒരു പൈസ നഷ്ടം വരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ഫിനാൻഷ്യൽ റിസ്കും നോൺ ഫിനാൻഷ്യൽ റിസ്കും. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റിസ്ക് ആണ് ഫണ്ടമെന്റൽ ആൻഡ് പർട്ടിക്കുലർ റിസ്ക്. ഫണ്ടമെന്റൽ റിസ്കും പർട്ടിക്കുലർ റിസ്കും. ഫണ്ടമെന്റൽ റിസ്ക് പറഞ്ഞാൽ അഫക്ട് ലാർജ് പോപ്പുലേഷൻ, വലിയൊരു പോപ്പുലേഷനെ ഒന്നിച്ച് ബാധിക്കുന്നതാണ് ഫണ്ടമെന്റൽ റിസ്ക്. ഒരു ഉദാഹരണം നമുക്കറിയാലോ, ഫ്ലഡ് വന്നു അല്ലെ, ഫ്ലഡ് വന്നു, അല്ലെങ്കിൽ എന്തിപ്പോ കൊറോണ, ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നു, കൊറോണ പോലത്തെ കാര്യങ്ങൾ വന്നു, അല്ലെങ്കിൽ വാർ, ഒരു യുദ്ധം ഉണ്ടായി. ഇതൊക്കെ എന്താണ്, ആ ഒരു സൊസൈറ്റിയെ കംപ്ലീറ്റ് അല്ലെ, ഒരു രാജ്യത്തെ വലിയൊരു സമൂഹത്തെ അത് നന്നായിട്ട് ബാധിക്കും. അങ്ങനെ ഒരു സമൂഹത്തെ ഒന്നിച്ച് ബാധിക്കുന്നതിനെയാണ് ഫണ്ടമെന്റൽ റിസ്ക് എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള റിസ്ക് ഉണ്ടായാൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് അത് ഒരിക്കലും റിക്കവർ ചെയ്യാൻ കഴിയില്ല. അവിടെ ഗവൺമെന്റ് ഇടപെടേണ്ടി വരും, ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ടാവേണ്ടി വരും. എല്ലാ ആളുകളും കൂടെ കൂടിയിട്ടായിരിക്കും. ഇപ്പൊ നമുക്ക് വയനാട്ടിലൊക്കെ ദുരന്തം ഉണ്ടായപ്പോ നമ്മൾ കണ്ടല്ലോ, ഒരുപാട് പേര് അതിലേക്ക് ഹെൽപ്പ് ചെയ്തിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അതിനെ റിക്കവർ ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ അത്തരത്തില് വലിയൊരു പോപ്പുലേഷനെ ഒന്നിച്ച് എഫക്ട് ചെയ്യുന്നതാണ് ഫണ്ടമെന്റൽ റിസ്ക്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് പർട്ടിക്കുലർ റിസ്ക്. പർട്ടിക്കുലർ റിസ്ക് എന്ന് പറയുന്നത് അഫക്ട് ഇൻഡിവിജ്വൽ, അവിടെ ഒന്നിച്ചൊരു വലിയൊരു പോപ്പുലേഷൻ അല്ല ബാധിക്കുന്നത്, മറിച്ച് ഓരോ ഇൻഡിവിജ്വലിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. ഒരു ഉദാഹരണം, തെഫ്റ്റ് അല്ലെ, മോഷണം സംഭവിക്കുക. ഓക്കെ, അപ്പൊ പർട്ടിക്കുലർ റിസ്ക് എന്ന് പറഞ്ഞാല് ഒരു സ്പെസിഫിക് ഇൻഡിവിജ്വലിനെ മാത്രം എഫക്ട് ചെയ്യുന്നതല്ല, ഒരാൾ മാത്രം എഫക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം, ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി, അത് ആരെ ബാധിക്കുള്ളൂ? ആ ആക്സിഡന്റ് ഉണ്ടായ ആളെ മാത്രമേ ബാധിക്കുള്ളൂല്ലോ അല്ലെ. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, ഒരാൾക്ക് ഒരു അസുഖമായി, ഒരു ഓപ്പറേഷൻ പറഞ്ഞു, അത് ആ വ്യക്തി മാത്രമല്ലേ ബാധിക്കുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിയെ മാത്രം എഫക്ട് ചെയ്യുന്നതാണ് ഇൻഡിവിജ്വൽ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഫണ്ടമെന്റൽ റിസ്ക് നമുക്ക് ഇൻഷുർ ചെയ്യാൻ കഴിയില്ല, കാരണം ഒന്നിച്ചു വരുന്ന വലിയൊരു നഷ്ടമാണ്, അത് ഇൻഷുർ ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇൻഡിവിജ്വൽ റിസ്കിനെ അഥവാ പർട്ടിക്കുലർ റിസ്കിനെ നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റും. അതിന്റെ ഉദാഹരണമാണ് മോഷണം അല്ലെ, അല്ലെങ്കിൽ കാർ ആക്സിഡന്റ്, ബൈക്ക് ആക്സിഡന്റ്, അസുഖങ്ങൾ, ഇതൊക്കെ പർട്ടിക്കുലർ റിസ്കിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അപ്പോ ഇതാണ് 3 ക്ലാസിഫിക്കേഷൻസ് കേട്ടോ. റിസ്കിന്റെ 3 ക്ലാസിഫിക്കേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണേ. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ഇൻഷുറബിൾ റിസ്ക്. നമ്മൾ ഇൻഷുറബിൾ റിസ്ക് പറഞ്ഞില്ലേ, ഇൻഷുർ ചെയ്യാൻ പറ്റുന്ന റിസ്കുകൾ, അതിന്റെ പ്രത്യേകതകൾ. മസ്റ്റ് ബി എ പ്യുവർ റിസ്ക്, നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടല്ലോ, അതൊരു പ്യുവർ റിസ്ക് ആവണം. പിന്നെ ഡെഫിനിറ്റ് ആൻഡ് മെഷറബിൾ, കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാവണം, അല്ലെങ്കിൽ കറക്റ്റ് പറയാൻ പറ്റുന്നതാവണം. ഇവന്റ് മസ്റ്റ് ബി ആക്സിഡന്റൽ, അതൊരു ആക്സിഡന്റൽ ഇവന്റ് ആവണം. അഥവാ ഒരു ഉദാഹരണം, നമ്മൾ കൽപ്പിച്ചു കൂട്ടി കൊടുക്കുന്ന ഒരു ഇവന്റ് ഒന്നും എന്തല്ല, ഇൻഷുർ ചെയ്യാൻ കഴിയൂല. ഒരു ആക്സിഡന്റ് ആയിട്ട് അഥവാ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന കാര്യമാവണം അല്ലെ, എങ്കിലേ നമുക്ക് അതിനെ ഇൻഷുർ ചെയ്യാൻ കഴിയുള്ളൂ. അടുത്തത് ലാർജ് നമ്പർ ഓഫ് സിമിലർ റിസ്ക്. ഇതുപോലത്തെ ഒരുപാട് റിസ്കുകൾ അവിടെ ഉണ്ടാവണത്, ഒരു സ്പെസിഫിക് ആവരുത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ മസ്റ്റ് ബി എക്കണോമിക്കലി ആൻഡ് ഫീസിബിൾ, കൃത്യമായിട്ട് നമുക്ക് എക്കണോമിക്കലി അത് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാവണം, മെഷർ ചെയ്യാൻ പറ്റുന്നതാവണം. ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഷുറബിൾ റിസ്ക്. അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഫങ്ഷൻസ് ഓഫ് റിസ്ക്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ, ഇത് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ്, ഇൻഷുറൻസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത്. ഒന്നാമത്തത് പ്രൈമറി ഫങ്ഷൻ, ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻ റിസ്ക് ട്രാൻസ്ഫർ അല്ലെ. ഒരു ഇൻഡിവിജ്വലിൽ നിന്നും ഒരു കമ്പനിയിലേക്ക് അല്ലെ, ഇൻഷുററിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, റിസ്കിനെ ട്രാൻസ്ഫർ ചെയ്യാണ്.
പിന്നെ റിസ്ക് പൂളിംഗ്, റിസ്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്, കുറെ ആളുകളിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കോമ്പൻസേഷൻ ഫോർ ലോസ്, നമുക്ക് നഷ്ടം സംഭവിച്ചാൽ അതിന്റെ മേലിൽ നമുക്ക് എന്ത് കിട്ടണം? കോമ്പൻസേഷൻ കിട്ടുകയാണ്. ഈ മൂന്നെണ്ണാണ് ബേസിക് ആയിട്ട് വരുന്ന, പ്രൈമറി ആയിട്ട് വരുന്ന ഫങ്ഷൻസ്. രണ്ടാമത്തെ സെക്കൻഡറി ഫങ്ഷൻസ്, എൻകറേജ് സേവിങ്സ്. ലൈഫ് ഇൻഷുറൻസ് ഒക്കെ നമ്മൾ നഷ്ടം എന്നല്ല അവിടെ പറയാം, അവിടെ നമുക്കൊരു സേവിങ്സിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇൻഷുർ എടുക്കുന്നത് അല്ലെ. അപ്പൊ ഒരു സേവിങ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പ്രൊമോട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ഇൻഷുറൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻഹാൻസ് ക്രെഡിറ്റ് വർത്തിനെസ്, അതുപോലെ സപ്പോർട്ട് ബിസിനസ് കണ്ടിന്യൂ, ബിസിനസ് ഒക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു പവർ ആണ് സത്യത്തിൽ ഇൻഷുറൻസ് അല്ലെ. കാരണം നഷ്ടമൊന്നും സംഭവിച്ചാൽ ഒരു പേടിയും വേണ്ട, അത് നമുക്ക് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ചെയ്തു തരും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് സെക്കൻഡറി ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഇനി ഇതൊന്ന് നോക്കാം കേട്ടോ, ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ്. അതായത് ഇൻഷുറൻസ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, മെറിറ്റ് എന്താണ്, മെച്ചെന്താണ്, ആർക്കൊക്കെ? ഒന്ന് ടു ഇൻഡിവിജ്വൽസ്, ഓരോ വ്യക്തിക്കുള്ള ബെനിഫിറ്റ്. ഒന്ന് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ലൈഫ് ആൻഡ് ഹെൽത്ത് റിസ്ക്. നമുക്കറിയാം നമ്മുടെ ലൈഫ് ശരീരത്തിൽ നിന്നുണ്ട്, അഥവാ നമ്മൾ എന്തെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ട് ഇൻഷുർ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണ്, അപ്പൊ അതിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ, അതുപോലെ നമ്മുടെ ഹെൽത്തിനെ സംരക്ഷിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ ഒക്കെയാണ് ഇൻഷുറൻസ്. പിന്നെ ആക്ട് ആസ് ഇൻവെസ്റ്റ്മെന്റ്, ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ആ ഇൻഷുറൻസ് എന്താണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്, ഒരു നമുക്ക് നമ്മൾ ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇൻഷുറൻസിനെ കാണാൻ പറ്റും. അതുപോലെ പ്രൊവൈഡ് പീസ് ഓഫ് മൈൻഡ്, നമുക്കൊരു ഒരു സമാധാനം തരും. കാരണം എന്താ, ഭാവിയിൽ എന്ത് പ്രശ്നം വന്നാലും അതൊക്കെ ഇൻഷുറൻസ് നോക്കിക്കോളും, നമ്മൾ അതിൽ റിസ്ക് എടുക്കണ്ട എന്നുള്ള ഒരു പീസ് മൈൻഡ് നമുക്ക് തരുന്ന ഒരു കാര്യമാണ് ഇൻഷുറൻസ്. ഇനി ബിസിനസ്സുകൾക്ക് എന്താണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്? ബിസിനസ്സുകൾക്കുള്ള ബെനിഫിറ്റ് ഒന്ന്, റെഡ്യൂസസ് അൺസർട്ടനിറ്റി, ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ബേജാർ ഉണ്ടാവും അല്ലെ, അത് ഒഴിവാക്കി കിട്ടും. രണ്ടാമത്തത് ഹെൽപ്സ് മാനേജ് റിസ്ക്, റിസ്കിനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, റിസ്കിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ കഴിയും. അതുപോലെ ഫെസിലിറ്റേറ്റ് ആക്സസ് ടു ലോണുകളൊക്കെ എടുക്കാനുള്ള ഒരു സഹായം കൂടെയാണ് പലപ്പോഴും ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ടു എക്കണോമി, നമ്മുടെ ഇക്കണോമിയിലേക്കുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഒന്ന് സേവിങ്സ്, നാഷണൽ സേവിങ്സിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടോട്ടൽ മാർക്കറ്റിനെ തന്നെ, എക്കണോമിയെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ റിസ്കുകളൊക്കെ വരുമ്പോൾ ഗവൺമെന്റിന്റെ ബേർഡൻ പലപ്പോഴും ഈ ഇൻഷുറൻസ് കമ്പനികൾ കുറച്ചെടുക്കാറുണ്ട്. കാരണം അവർ ഇൻഷുർ ചെയ്താൽ അവിടുന്ന് അവർക്ക് അതിന്റെ എമൗണ്ടും കാര്യങ്ങളും കിട്ടും, ഗവൺമെന്റ് അത് ഏറ്റെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്, രണ്ടും പറയാറുണ്ട് കേട്ടോ. ഇത് മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്, നല്ലോണം ശ്രദ്ധിക്കുക. ഇതൊരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതാണ്, നല്ല രസമാണ് കേൾക്കാൻ. അതായത് ഇപ്പൊ നമ്മൾ ഇൻഷുർ എടുത്തു, ആ ഇൻഷുർ എടുത്താൽ അത് കിട്ടണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്യണം, പൂർത്തീകരിക്കണം. എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഒന്ന്, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഓൾ മെറ്റീരിയൽ ഫാക്ട് ആർ ടു ബി ഡിസ്ക്ലോസ്ഡ്. നമ്മളെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയോട് പറയണം. മനസ്സിലായിട്ടില്ല? ഇപ്പൊ ഒരാൾക്ക് ലൈഫ് ഇൻഷുറൻസ് എടുക്കണം, അയാൾ ഭയങ്കര കുറെ അസുഖമായി ഭയങ്കര ബുദ്ധിമുട്ടിൽ കിടക്കാണ്, ചിലപ്പോൾ ഡോക്ടേഴ്സ് ഒക്കെ ഡേറ്റ് അധിക കാലം ഒന്നും പോകില്ല എന്നൊക്കെ പറഞ്ഞ ഒരാളാന്ന് വെച്ചോളി. അങ്ങനത്തെ ഒരാള് നമ്മൾ എന്ത് ചെയ്തു, അയാൾക്ക് വേണ്ടി ലൈഫ് ഇൻഷുറൻസ് എടുത്തു. ഈ ഇൻഫർമേഷൻ ഒന്നും നമ്മൾ പറഞ്ഞില്ല, അയാൾ നല്ല ആരോഗ്യവാനാണ്, ഒരു കുഴപ്പമില്ല എന്നൊക്കെയാണ് നമ്മൾ ആരോട് പറഞ്ഞത്? ഇൻഷുറൻസ് കമ്പനിയോട് പറഞ്ഞത്. അങ്ങനെ ഇൻഷുറൻസ് എടുത്ത് കുറച്ച് സമയത്തിന് അയാൾ മരണപ്പെട്ടു. സ്വാഭാവികമായിട്ട് ഇൻഷുറൻസ് കമ്പനി അത് അന്വേഷിക്കും അയാളെ കുറിച്ച്. അപ്പോഴാണ് മനസ്സിലാണത് അയാൾ ആകെ അസുഖം വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി കിടക്കായിരുന്നു, അധികം ഡോക്ടർമാരൊക്കെ അധികാരം പോകില്ല എന്നൊക്കെ പറഞ്ഞ ഒരാളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മീൻസ് അയാളുടെ ഫാമിലിക്ക് ഒരു ഇൻഷുറൻസും കിട്ടൂല. കാരണം എന്താ, അവര് മെറ്റീരിയൽ ഫാക്റ്റിനെ, അഥവാ സത്യസന്ധമായ കുറെ വിവരങ്ങളുണ്ട് അല്ലെ, അദ്ദേഹത്തിന് അസുഖമാണ്, ഇങ്ങനെ മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, ഇങ്ങനൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്, ഇങ്ങനെ കുറെ ഫാക്റ്റുകൾ അവര് ഡിസ്ക്ലോസ് ചെയ്തില്ല, പറഞ്ഞു കൊടുത്തില്ല. ആ കാരണം കൊണ്ട് അവർക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റൂല. ഇനി ഒരു ബിസിനസ് എടുത്ത് നോക്കിയേ, ഞാൻ എൻ്റെ ഒരു ബിസിനസ് ഇൻഷുർ ചെയ്തു, ആ കെട്ടിടം ഒരു 60 കൊല്ലം പഴക്കമുള്ളതാന്ന് വെച്ചോളി. ഞാൻ ഇൻഷുറൻസ് കമ്പനിയോട് പറഞ്ഞത് പുതിയ കെട്ടിടമാണ്, 2 വർഷമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഷുർ ചെയ്തു. അങ്ങനെ ഇൻഷുർ ചെയ്തു, 2 മാസം കഴിഞ്ഞപ്പോൾ കെട്ടിടം പൊളിഞ്ഞു വീണു. സ്വാഭാവികമായിട്ട് ഇൻഷുറൻസ് കമ്പനി ഒന്ന് അന്വേഷിക്കും, അവരുടെ എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ടാവില്ല, അവരൊക്കെ ഒന്ന് കൃത്യമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ആ കെട്ടിടത്തിന് കുറേ വർഷം പഴക്കമുണ്ട്, 60 കൊല്ലം പഴക്കമുണ്ട്. അപ്പൊ എനിക്ക് 1 രൂപ പോലും ഇൻഷുറൻസ് കിട്ടൂല. കാരണം എന്താ,
ഞാൻ അവരെ പറ്റിച്ചു അല്ലേ? ഞാനിത് 2 വർഷമായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ 60 വർഷം പഴക്കമുള്ള കെട്ടിടത്തെ ഒരു 2 വർഷമായി എന്നൊക്കെ പറഞ്ഞ അവരെ പറ്റിച്ചു. അക്കാരണം കൊണ്ട് എനിക്കൊന്നും കിട്ടൂല. അതാണ് മെറ്റീരിയൽ ഫാക്ട് അഥവാ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. നമ്മൾ ഇൻഷുറൻസ് കമ്പനിയോട് പറഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് ഇൻഷുർ ചെയ്യാൻ സാധിക്കുള്ളൂ. രണ്ടാമത്തത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് അഥവാ നമുക്ക് ആരാണ് ഇൻഷുർ ചെയ്യുന്നത് അയാൾക്ക് എന്താ നമ്മൾ പറയാ ഇൻഷുർഡ് അല്ലെ? ഇൻഷുർഡിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് വസ്തുക്കൾ അവക്ക് മാത്രമേ ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം, ഞാൻ ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് എന്റെ വൈഫിന്റെ മദറിന്റെ ഫാദർ അല്ലെ എന്റെ മക്കള് അവർക്കൊക്കെ ഇൻഷുർ ചെയ്യാം. റോഡ് കൂടി പോണ ഒരാളെ വെച്ചിട്ട് എനിക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അയാളുമായിട്ട് ഞാനൊരു ബന്ധമല്ല, ഒരു താല്പര്യമല്ല, അയാളുടെ മേലെ എനിക്കൊരു ബന്ധമല്ല അല്ലെ? അപ്പൊ ഞാൻ എന്റെ ബൈക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റും, കാരണം അതെന്റേതാണ്. അയൽവാസിന്റെ ബൈക്ക് പോയിട്ട് എനിക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം അത് എന്റേതല്ല, അതിനൊരു ഉടമസ്ഥാവകാശം എനിക്കില്ല. അപ്പൊ നമ്മളൊരു കാര്യത്തെ ഇൻഷുർ ചെയ്യുമ്പോൾ ആ ഇൻഷുർ ചെയ്യുന്ന ആൾ അഥവാ ഇൻഷുർഡിന് എന്തുണ്ടാവണം? മസ്റ്റ് ഹാവ് ആൻ ഇൻട്രസ്റ്റ് ഓൺ ദാറ്റ് സബ്ജക്ട് മാറ്റർ. സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞാൽ ആ വസ്തു എന്താണ് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത്, ആ വസ്തുവിന്റെ മേലിൽ ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവണം, അല്ലെ? ഒരു ഉദാഹരണം, എനിക്ക് എന്റെ വൈഫിന്റെ മേലിൽ ഇൻഷുർ ചെയ്യാൻ പറ്റും, കാരണം അതിൻ്റെതാണ് അല്ലെ? നേരെ മറിച്ച് ആരാന്റെ വൈഫിന്റെ മേലെ എനിക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റൂല, കാരണം അതിന്റെ അല്ല. ഓക്കെ, അപ്പൊ നമ്മളുടെ ആവണം എന്നാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ സബ്ജക്ട് മാറ്റർ ഇൻഷുർഡിന് എന്തായിരിക്കണം? ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിരിക്കണം. ഇനി അടുത്തത് ഇൻഡെംനിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും അല്ലെ? ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ ഓൺലി ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് ലോസ്, ആ യഥാർത്ഥ നഷ്ടം മാത്രമേ ഇൻഷുറൻസ് കമ്പനി പരിഹരിച്ചു തരുള്ളൂ. യഥാർത്ഥ നഷ്ടം കേട്ടോ. അപ്പൊ നോക്കിയേ, ഒരു ആക്സിഡന്റ് ഉണ്ടായി, ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി, എനിക്ക് നഷ്ടം വന്നത് 3232 രൂപയാണ്. കമ്പനി അതേ തരുള്ളൂ, 1 രൂപ അധികം തരൂല. എത്രയാണോ ആക്ച്വൽ നഷ്ടം അതേ കമ്പനി തരുള്ളൂ. ഓക്കെ, ഇത് ആർക്ക് ബാധകല്ല കേട്ടോ? ലൈഫ് ഇൻഷുറൻസിന് ബാധകല്ല. കാരണം എന്താ? നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരാളുടെ ജീവൻ എത്ര റുപ്യ വിലാന്ന്? ഇപ്പൊ ഇയാൾ മരിച്ചാൽ 2 ലക്ഷം റുപ്യ വിലാന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ഇൻഡെംനിറ്റി എന്നുള്ള ഈ ഒരു പ്രിൻസിപ്പിള് ലൈഫ് ഇൻഷുറൻസിന് ബാധകമല്ല. അടുത്തത് കോക്സ പ്രോക്സിമ അഥവാ പ്രോക്സിമേറ്റ് കോസ്. നോക്കുക, റിക്കവർ ദ ലോസ് ഓൺലി വെൻ ഇറ്റ് ഈസ് കോസ്. ഏത് കാരണത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇൻഷുർ ചെയ്തത് ആ കാരണം ഉണ്ടായാൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടുള്ളൂ. മനസ്സിലായിട്ടില്ല? ഒരു ഉദാഹരണം, ഞാൻ എന്റെ സ്ഥാപനം ഫയർ ഇൻഷുറൻസ് ചെയ്തു അല്ലെ? തീ കത്തി നശിച്ചാൽ എനിക്ക് ക്ലെയിം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫയർ ഇൻഷുറൻസ് ചെയ്തു. അപ്പൊ തീ കത്തി നശിച്ചാൽ മാത്രമേ എനിക്കത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഫ്ലഡ് ഉണ്ടായി അല്ലെ, വെള്ളപ്പൊക്കം ഉണ്ടായി, എന്റെ സ്ഥാപനം നശിച്ചു, എനിക്ക് ഉറപ്പ് കിട്ടൂല. കാരണം ഫ്ലഡിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ഇൻഷുർ ചെയ്തിട്ടില്ല. ഏത് കാരണത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് ആ കാരണം സംഭവിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. കോക്സ പ്രോക്സിമ. ഓക്കെ, ഇതും ലൈഫ് ഇൻഷുറൻസിന് ബാധകമല്ല. കാരണം ലൈഫ് ഇൻഷുറൻസിൽ ആകെ 2 കണ്ടീഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ അയാൾ മരിക്കുക, അല്ലെങ്കിൽ അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ് കഴിയുക. ആ ഡേറ്റ് കഴിഞ്ഞാൽ ആ എമൗണ്ട് കിട്ടും, അല്ലെങ്കിൽ മരണപ്പെട്ടാൽ കിട്ടും. അപ്പൊ അതെന്തായാലും അവിടെ കാരണം ഉറപ്പാണ് അല്ലെ? മെച്യൂരിറ്റി ഡേറ്റ് കഴിയലോ അല്ലെങ്കിൽ മരണമോ എന്തായാലും ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രിൻസിപ്പിളും നമ്മുടെ ലൈഫ് ഇൻഷുറൻസിന് ബാധകമല്ല. അടുത്ത സബ്രഗേഷൻ, അതായത് ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ലോസ്, നഷ്ടം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ദ ഹോൾ റൈറ്റ് ഓഫ് പ്രോപ്പർട്ടി ഈസ് എൻറ്റൈറ്റിൽഡ് വിത്ത് ദ ഇൻഷുറർ. അതായത് ഒരു ഉദാഹരണം വെച്ച് അറിയിക്കട്ടോ, അത് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. സബ്രഗേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്റെ ബൈക്ക് ഇൻഷുർ ചെയ്തു എന്ന് വെച്ചോളൂ. ഞാൻ എന്റെ ബൈക്ക് ആക്സിഡന്റ് ആയി, അതിന്റെ നഷ്ടം ഒരു 50,000 രൂപ നഷ്ടം ഉണ്ടായി. ബൈക്കിന് ഫുൾ ഡാമേജ് ആയിട്ട് ഫുള്ള് തകർന്നു പോയി. 50,000 ബൈക്കിന്റെ എമൗണ്ട്. അപ്പൊ ഇൻഷുറൻസ് കമ്പനിയെ നോക്കി ചെക്ക് ചെയ്തിട്ട് എനിക്ക് എത്ര തരും? 50,000 രൂപ എനിക്ക് തരും. പിന്നെ ആ തകർന്നു പോയ ബൈക്ക് ഉണ്ടല്ലോ, ആകെ വണ്ടിക്ക് ആക്സിഡന്റ് ആയിട്ട് ആകെ തകർന്ന ബൈക്ക് ഉണ്ടല്ലോ, അത് ആര് കൊണ്ടുപോകും? ഇൻഷുറൻസ് കമ്പനി കൊണ്ടുപോകും. എന്തിനു? അത് ഇരുമ്പലൊക്കെ തൂക്കിക്കാലോ, അതിമന്ന് കുറച്ച് പൈസ കിട്ടൂലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ പൈസ പോലും എനിക്ക് കിട്ടാൻ ആരനുവദിക്കൂല? ഇൻഷുറൻസ് കമ്പനി അനുവദിക്കൂല. കണ്ടോ? ഇൻഷുറൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലാഭം ഉണ്ടാക്കാൻ പറ്റൂല എന്ന് ചുരുക്കം. അപ്പൊ നമ്മള് ഒരു നഷ്ടം ഉണ്ടായി, ആ നഷ്ടത്തിന്റെ മുകളിൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം ആർക്കാണ്? ഇൻഷുറൻസ് കമ്പനിക്കുള്ളതാണ്, അഥവാ ഇൻഷുറർക്കുള്ളതാണ്. അവരത് എടുത്തുകൊണ്ട് പോകും, നമുക്ക് തരൂല. ഓക്കെ, അടുത്തത് കോൺട്രിബ്യൂഷൻ. ഇത് അതിലും വലിയ രസമായിട്ട്, ഇതും നമ്മളെ ലൈഫ് ഇൻഷുറൻസിന് ബാധകമല്ല ഈ കോൺട്രിബ്യൂഷൻ എന്നുള്ളത്. അതായത് നമുക്ക് ഒരു വസ്തു ഒരു തവണയെ ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ബിസിനസ് ഒരു 4 ഇൻഷുറൻസ് കമ്പനിയിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഇൻഷുർ ചെയ്തു. എന്റെ ലക്ഷ്യം എന്താണ്? ഒരു നഷ്ടം വന്നാൽ ഈ 4 എനിക്ക് പൈസ കിട്ടും, അടിപൊളിയായിട്ട് കഴിയുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാം അല്ലെ? പക്ഷേ അതിലെ രസം എന്താ വെച്ചാൽ, അങ്ങനെ എന്റെ സ്ഥാപനം കത്തിന്ന് വെച്ചോളി, തീപിടുത്തുണ്ടായി, നശിച്ചു.
ഒരു 3 ലക്ഷം റുപ്യ നഷ്ടം വന്നു. ഞാൻ 3 കമ്പനിയിൽ പോയിട്ട് ഇൻഷുർ ചെയ്തിരുന്നു. എന്റെ പ്ലാൻ എന്തായിരുന്നു? ഒരു കമ്പനിയിൽ നിന്ന് 3 ലക്ഷം, അടുത്ത കമ്പനിയിൽ നിന്ന് 3 ലക്ഷം, അടുത്ത കമ്പനിയിൽ നിന്ന് 3 ലക്ഷം, ടോട്ടൽ 9 ലക്ഷം കിട്ടും. അതിൽ 3 ലക്ഷം കൊണ്ട് എന്റെ ആ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം, ബാക്കി 6 ലക്ഷം ലാഭം. ഇതായിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷേ സത്യത്തിൽ എന്താ ഉണ്ടാവുക അറിയോ? അങ്ങനെ ഒരു നഷ്ടം വന്നാല് എന്റെ വീട്ടിലേക്ക് 3 കമ്പനിക്കാരും വന്ന് 3 ലക്ഷം തരില്ല ചെയ്യാ. 3 പേരും കൂടെ ഒരുമിച്ചാ വരും. കണ്ടോ, ഒരുമിച്ച് ഒരു കാറിൽ ഇങ്ങനെ വരും, 3 ആൾക്കാരും കൂടെ. എന്നിട്ട് പറയും നിങ്ങളെ നഷ്ടം ടോട്ടൽ 3 ലക്ഷമാണ്, നിങ്ങൾ 3 കമ്പനിയിൽ ഇൻഷുർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ലക്ഷം വെച്ച് തരും. അഥവാ 1 ലക്ഷം 1 ലക്ഷം 1 ലക്ഷം 3 ലക്ഷം എനിക്ക് കിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എത്ര എണ്ണത്തിൽ പോയിട്ട് ഇൻഷുർ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. നഷ്ടം എന്താ? എല്ലാരും കൂടെ ഡിവൈഡ് ചെയ്ത് തരും, അല്ലാണ്ട് ഓരോരുത്തരും ഒന്നും തരൂല. പകരം എല്ലാരും അത് ഡിവൈഡ് ചെയ്തിട്ട് ആ എമൗണ്ട് ആയിട്ട് തരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഇൻഷുറൻസ് വെച്ച് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റൂല എന്നർത്ഥം. ഓക്കെ, വെൻ ദ സെയിം സബ്ജക്ട് മാറ്റർ, ഒരു സബ്ജക്ട് മാറ്റർ നമ്മൾ ആ വസ്തു, ഇപ്പൊ ബിസിനസ് ആവാം, വാഹനം ആവാം, എന്തോ ആവാം, ആ സബ്ജക്ട് മാറ്റർ ഈസ് ഇൻഷുർഡ്, നമ്മൾ ഇൻഷുർ ചെയ്തു വിത്ത് ഡിഫറെന്റ് ഇൻഷുറേഴ്സ്, അഥവാ വ്യത്യസ്ത കമ്പനിയിൽ നമ്മൾ ഇൻഷുർ ചെയ്തു. എങ്ങനെ ഒരു സബ്ജക്ട് മാറ്റർ, ഒരു വസ്തു വ്യത്യസ്ത കമ്പനിയിൽ നമ്മൾ പോയിട്ട് ഇൻഷുർ ചെയ്തു. അങ്ങനെ ആവുമ്പോ ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് ലോസ്, യഥാർത്ഥ നഷ്ടം ഈസ് ഡിവൈഡഡ് അമംഗ് വേരിയസ് ഇൻഷുറേഴ്സ്. ആ വ്യത്യസ്ത കമ്പനികൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും, അല്ലെ? ആ നഷ്ടത്തെ എല്ലാവരും കൂടെ ഡിവൈഡ് ചെയ്യും, അല്ലാണ്ട് ഓരോരുത്തർ പോകുന്നത് തരൂല. ഇതും ആർക്ക് ബാധകല്ല അറിയോ? ലൈഫ് ഇൻഷുറൻസിന് ബാധകല്ല. ലൈഫ് ഇൻഷുറൻസ് നിങ്ങൾക്ക് എത്ര കമ്പനി പോയിട്ട്, ഒരു 10 കമ്പനി പോയിട്ട് ഇൻഷുർ ചെയ്യുക, കാരണം 10 നിങ്ങൾക്ക് പൈസ കിട്ടും. കാരണം എന്താ? നമുക്കറിയാലോ, ഒരാളുടെ ജീവൻ ഇത്ര എമൗണ്ട് ആണെന്ന് വെക്കാൻ പറ്റൂല, വില നിശ്ചയിക്കാൻ കഴിയൂല. അപ്പൊ ലൈഫ് ഇൻഷുറൻസിന് ഈ കോൺട്രിബ്യൂഷൻ എന്നുള്ളതും ബാധകമല്ല. അടുത്തത് മിറ്റിഗേഷൻ ഓഫ് ലോസ്. മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടം സംഭവിച്ചു എന്നൊക്കെ ഇസ് ദ ഡ്യൂട്ടി ദ ഇൻഷുർഡ് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇൻഷുർ ചെയ്യുന്ന ആള് ടു ടേക്ക് പ്രിവെന്റീവ് മെഷർ ടു മിനിമൈസ് ദ ലോസ്. ഒരു നഷ്ടം ഉണ്ടായാൽ അത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ഇൻഷുർഡ് ചെയ്യണം. ഒരു ഉദാഹരണം, ഞാൻ എന്റെ സ്ഥാപനം ഇൻഷുർ ചെയ്തിട്ടുണ്ട്, ഫയർ ഇൻഷുറൻസ്. അങ്ങനെ തീ കത്തി, ഞാൻ എന്ത് ചെയ്യണം? അത് കുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. വേഗം ഫയർഫോഴ്സിനെ വിളിക്കണം, ആ കത്തി നശിച്ചത് ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഇൻഷുറൻസ് കമ്പനി ഒരു എമൗണ്ടും തരൂല. കാരണം എന്താ? നഷ്ടം സംഭവിച്ചപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിരുന്നു, അയ്യോ എന്തായാലും കത്തിക്കോട്ടെ, ഫുൾ അങ്ങോട്ട് കത്തിയാൽ എനിക്ക് പുതിയതാക്കാലോ, ഞാൻ എന്തായാലും ഇൻഷുർ ചെയ്തിട്ടുണ്ടല്ല എന്നൊന്നും നോക്കി നിന്നാൽ അവിടെ ഒരു എമൗണ്ടും കിട്ടൂല. കാരണം ആ ഇവന്റ് സംഭവിക്കുമ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള, കുറക്കാനുള്ള കാര്യങ്ങൾ ആര് ചെയ്യണം? നമ്മുടെ ഇൻഷുർഡ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ അത് അയാൾ മനഃപൂർവ്വം കത്തിച്ചത് പോലെ ആയിട്ടാണ് കണക്കൂട്ടുക എന്നർത്ഥം. യെസ്. അപ്പോൾ ഇനി നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലൈഫ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് LIC എന്ന് പറയുന്നത്, അല്ലെ? അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. 956 സ്ഥാപിച്ചത്, ലാർജസ്റ്റ് ലൈഫ് ഇൻഷുറർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലൈഫ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് LIC എന്ന് പറയുന്നത്. ഓഫേഴ്സ് ടേം എൻഡോമെന്റ്, ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് പ്ലാനുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോ മാർക്കറ്റ് ഷെയറിന്റെ 62% അവരുടെ കയ്യിലാണ് 2023 കണക്കനുസരിച്ച്. അതുപോലെ തന്നെ ഗവൺമെന്റ് പ്രൊജക്ടുകൾക്കും മറ്റൊക്കെ അവർ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിന്റെ കംപ്ലീറ്റ് മലയാളം താഴെ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തൽക്കാലം ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.